ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. മഞ്ഞും മണിത്തിന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിൻ്റെ തൂവലാൽ തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ, ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പർ ഒരു നാളിൻ സംഗീതമായി, പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. പുല്ലാങ്ങികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും, ആകാശക്കൂടാര കീഴിലെ ആശാമരച്ചോട്ടിലും, ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ, ഈ ഗാനമില്ലാതെയാവും വരെ, കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഇടയൻ്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. താങ്ക് യു. എന്തോ എങ്ങനെ ഉണ്ടായടാ ചാലഞ്ച് റൗണ്ട്? കുറച്ച് പാടാണ്. ആണോ? എങ്ങനെ ഉണ്ടായി പ്രാക്ടീസ് സെഷൻ ഒക്കെ? പ്രാക്ടീസ് സെഷൻ കുഴപ്പമില്ലായിരുന്നു. ഇല്ലായിരുന്നു. പാടിയിട്ടോ? പാടിയിട്ട് കുഴപ്പമില്ല. ചോദിക്കാം. ശരത് സർ. ഹായ് മോനെ. ഹായ്. ടാറ്റ. അവൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു, അവൻ ജഡ്ജസിനെ നോക്കിയിട്ടേ ഇല്ല കേട്ടോ.
ഓ നോക്കായിരുന്നു മോനെ. നോക്കരുതെന്ന് പഠിപ്പിച്ചോണ്ട് വരാ, ഇനി നോക്കെന്ന് പറയല്ലേ. മക്കളെ നല്ല പാട്ട്, ഉഗ്രം പാട്ട്, അതായത് സുഖമുള്ള ഒരു പാട്ട്. ആരാണ് ഇതിന്റെ കമ്പോസർ ഔസേപ്പച്ചൻ സാറ്, അണ്ണാച്ചി? ഓക്കെ. ലിറിസിസ്റ്റ് ബിച്ചു തിരുമല സാർ. ആ ബിച്ചു ഏട്ടൻ. ആ പാടിയത് യെസ് സാർ. എന്ത് വേണം, എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ. അതല്ല അതിമനോഹരമായിട്ടുള്ള ഈ ഫിലിം കണ്ടുണ്ടോ മോൻ? ഇല്ല, ഫിലിം കണ്ടില്ല, അതിന് പാട്ടിന്റെ വിഷയമാണ്. ആ അതെങ്കിലും കാണാനുള്ള ഒരു വലിയ മനസ്സ് താങ്കൾക്കുണ്ടായതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. മക്കളെ കാണണോടാ, നല്ല ഫിലിമല്ലേ, ഉഗ്രം പടം. ഉഗ്രം പടം. അത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ നിങ്ങൾ റിലേറ്റ് ചെയ്ത പടമാണ്, നിങ്ങളുമായിട്ടാണ് അത് കൂടുതൽ ഇതുള്ളത്. അപ്പോൾ അത് കാണണ്ടേ, വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല ഫിലിമൊക്കെ കാണണം മക്കളെ, കേട്ടോ. എനിക്ക് ഈ ഉണ്ണികളെ ഒരു കഥ പറയാം, അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകാമെന്ന് തോന്നി. പാടുന്ന ഒരു ശ്രുതിയുടെ കാര്യമാണെങ്കിലും നമുക്കൊന്ന് പാടിയാലോ? ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മോനെ അതെല്ലാം ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് കഥ പറയാം, കഥ പറയാം. ശ്രദ്ധിക്കാം മോനെ. നമുക്ക് ആ കിട്ടുന്ന നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? മോന്റെ ശ്രുതി എത്രത്തോളം മോൻ അത് ചേരുന്നുണ്ടെന്നുള്ളതല്ല, ശ്രുതി ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നീ പാടിക്കൊണ്ടിരിക്കുന്ന ശ്രുതി മനസ്സിൽ വെച്ച് ധൈര്യമായിട്ട് പാടി പല്ലവി വരുമ്പോൾ നല്ല കണച്ചോ എന്നങ്ങ് പാടണം. അതിനുവേണ്ടിയാണ് ഇതുള്ളത്. അപ്പം മോൻ കുറേ കൂടെ ശ്രുതി ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പം മോനക്ക് ബാക്കിങ് ഉള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ മോനെ. പിന്നെ ലാസ്റ്റ് ലൈൻ പല്ലവിയുടെ എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ആ മോനെ അതൊന്നും കൂടെ ക്ലാരിറ്റി. എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ആ മോനെ അത് സുഖപ്പെടുത്തുകടാ. അത് ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു എങ്ങോ പിറന്നു അതല്ലല്ലോ, എങ്ങോ പിറന്നു ഉണ്ണികളെ. അപ്പൊ അല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുന്നത്. അപ്പൊ അത് മക്കൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നല്ല ജ്ഞാനസ്ഥനാ നീ, അതിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. മക്കൾ അതുപോലെ അനുപല്ലവിയുടെ എൻ്റെ ഒന്ന് പാടിക്കാൻ. കാര്യം ഈ ഒരു പാട്ടിൻ്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ നമുക്ക് ആ ഒരു ഫ്രേസിനെ പറയാം. അപ്പം അത് മോൻ അത് ഉൾക്കൊണ്ടൊന്ന് പാട്. ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൻ സംഗീതമായി നാദം നാദം ചേരണം. ഗുഡ് മോനെ, ഗുഡ്. ഇതൊക്കെയാണ് അതിന്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചോളൂ. നല്ല ജ്ഞാനസ്ഥനാ ചക്കര. ചെന്നക്കാലം നമ്മുടെ ഔസേപ്പച്ചൻ അണ്ണാച്ചിയും ബിജുവേട്ടൻ്റെയും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ആ വടവൃഷ്ടം ദാസേന്റെ പാട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം മക്കളെ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു ശരത് സർ. ശ്രീനി സർ ഉഗ്രനായി പാടി. യു ആർ സോ ടാലന്റഡ്. യു ആർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ നുവാൻസസിന്റെ. കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങൾ പാടി 1000 rupees സാറെങ്കിൽ സെൻഡ് അതന്നെ അതന്നെ അങ്ങനെ പാടിയതാണ്. അല്ല അത് പൈസ കൊടുത്താണ് ഞാൻ കൊടുത്തു. അത് ഇന്നും അസാധ്യമായിട്ട് പാടി. ഇന്ന് കുറച്ച് ഒരു ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. മറ്റേ അനുപല്ലവി ഓൺലി വിത്ത് ശ്രുതി ഇത് പാടുമ്പോൾ തമ്പുരാവരും ചെറിയൊരു കോൺസെൻട്രേറ്റ്, അത് എല്ലാവർക്കും പറ്റും, കുഴപ്പമില്ല. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സുഖിച്ച് പാടുക, അത്രേ ഉള്ളൂ. ഇയാൾക്ക് പറ്റും. ഇയാള് ഉഗ്രൻ സിംഗറാണ് ഇയാള്. ഓ മൈ ഗോഡ്. ഈ എനിക്ക് പറയാനുള്ള എല്ലാവരുടെ അടുത്തും ഈ ഞങ്ങൾക്കൊന്ന് പണ്ട് ഇതിന്റെ പിടിയില്ലായിരുന്നു എനിക്ക്. അതായത് ഈ അബ്സല്യൂട്ട് പിച്ച് എന്നുള്ള സാധനമാണ് ഇപ്പൊ കീബോർഡിലുള്ളത്. A440 അല്ലേ? നമ്മൾ എന്തെങ്കിലും വെച്ച് ഒരു ശ്രുതി സാപാസ എടുത്ത് പാടും, അങ്ങനെയാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് എപ്പോഴും വീട്ടിൽ കാണണം, പഠിക്കുക. ഇൻസ്ട്രുമെന്റ് ഇഫ് യു ലേൺ നോ ഇറ്റ്സ് ബെറ്റർ. ആ പിച്ച് സെൻസ് ഭയങ്കരമായിട്ട് വരും. എന്തെങ്കിലും ഇയാളെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? കീബോർഡ് പഠിക്കുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കീബോർഡ് വെരി ഇമ്പോർട്ടന്റ്. കീബോർഡ് ഉണ്ടായിരുന്നോ? പിന്നെ
സ്കൂളിലെ പരീക്ഷയ്ക്ക് പിന്നെ ഇതും വന്നപ്പോ. അല്ല കീബോർഡൊക്കെ കീബോർഡ് വിറ്റോ അതോ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. ആ അത് അനിയത്തി ഇടയ്ക്കിടയ്ക്ക് വായിക്കും. അല്ല അങ്ങനെ താൽക്കാലികമായി ഒന്ന് നിർത്തി വെച്ചു. ആക്ച്വലി വായിക്കുന്നത് കേട്ടാ മതി. ബിക്കോസ് അത്രയും ആ ഒരു നമുക്ക് ശ്രുതി സെൻസ് കിട്ടും ഈ കീബോർഡ്, ആ നോട്ട്സ്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ആ ഏതാണ് എ, സി ഏതാണ്, ഡി ഏതാണ്, ഈ ഫ്ലാറ്റ് ഏതാണ്, എവറിത്തിങ് ഇഫ് യു നോ ദെൻ ആ ഒരു ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും മറക്കത്തില്ല, ഒരിക്കലും ശ്രുതി പോകത്തില്ല. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു പീപ്പിൾ ലേൺ എൻ ഇൻസ്ട്രുമെൻറ്റ്, എവ്രിബഡി അലോങ് വിത്ത് സിംഗിങ്. ദാറ്റ്സ് മൈ അഡ്വൈസ് ടു യു. എന്തെങ്കിലും ഒരു അഡ്വൈസാണ്. ഞാൻ അഡ്വൈസ് ഞാൻ ചെയ്യാറില്ല. ബട്ട് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ വാണ്ട് ടു ടെൽ യു. ഇയാൾ ഉഗ്രനായി പാടി. ചെറിയ ചെറിയ ലാപ്സ് ആൻഡ് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് ശരത്ത് പാടിച്ചപ്പോ ഉഗ്രനായിട്ട് പാടി. അസാധ്യമായിട്ട് പാടി. സൂപ്പർ, ഗ്രേറ്റ് സ്റ്റഫ് മാൻ. വീണ്ടും ഒരു 1000 പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഷാനിക്ക. നിവേദ അടിപൊളിയായിട്ട് പാടിയാണ്, കലക്കി. ആകെ ഞാൻ ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞ 2 സ്ഥലങ്ങൾ മാത്രമേ ഞാൻ അടിവര ഇട്ടുള്ളൂ. അതാ ഞാൻ പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലെ അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹൃദയഭാഗമാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു വരി വരുമ്പോൾ. വേറൊരു തലത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. അമേസിങ്. ഔസേപ്പച്ചൻ സർ, അതുപോലെ ബിച്ചു തിരുമല സർ, ദാസ് സർ, എല്ലാവർക്കും ലെജൻഡ്സ് ഒന്നിച്ച് വരുമ്പോഴുണ്ടാകുന്ന മാജിക്കാണ് നമ്മൾ കേട്ടത്. നന്നായിട്ട് പാടി. ഇപ്പം ശരത്തേട്ടൻ പാടിപ്പിച്ചപ്പോൾ ബ്യൂട്ടിഫുൾ മനെ. പിന്നെ ശ്രുതി ഇല്ലാതെ മെട്രോണോം മാത്രം ഇട്ടിട്ട് പാടിയില്ലേ, അത് അടിപൊളിയായിരുന്നു. അത് ആ എവിടെയും വഴുതിയില്ല, അവസാനം കറക്റ്റ് പാട്ടില് കേറി. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നമ്മളൊക്കെ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് വഴുതല്ലേ. കാരണം ഒന്നാമത് ഇങ്ങനത്തെ ഒരു പാട്ട് ഇതിനെന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ 3 പേരും കൂടെ ചിലപ്പോൾ ഇറങ്ങി വരും അങ്ങോട്ടേക്ക്. അപ്പൊ അതുകൊണ്ട് ബ്യൂട്ടിഫുൾ സിംഗിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. നിവേദിട്ടാ നല്ല കമന്റ്സ് അല്ലേ? പിന്നെ മാർക്കും എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, ഷാനിക്ക. നിവേദ് 9. സൂപ്പർ. ശരത് സർ 9 മാർക്കടാ. ഓക്കെ, ശ്രീനി സർ. അത് പിന്നെ പറയണ്ടായിരുന്നില്ല, 40 കണ്ട എഴുതിയത്. 1000 രൂപയുടെ ചെക്കും എഴുതിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ടോട്ടൽ 18 മാർക്സ്. അടിപൊളി. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.